സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ സന്ദേശമുയർത്തിയായിരുന്നു തലസ്ഥാന നഗരിയിലെ ഈദ്ഗാഹ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, കോഴിക്കോട്ടെ വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്നിവയും പരാമർശിച്ചായിരുന്നു പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവിയുടെ പ്രഭാഷണം. 3000-ലധികം ഇസ്ലാം മത വിശ്വാസികളാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ചടങ്ങിൽ പങ്കെടുത്തത്. പരസ്പരം ആശ്ലേഷിച്ചും സന്ദേശങ്ങൾ കൈമാറിയുമായിരുന്നു ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. വിശ്വാസികളെ, ലഹരി എന്ന് പറയുന്നത് പിശാചിന്റെ മാലിന്യങ്ങളിൽ പെട്ടതാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ലഹരി അതല്പവും നിഷിദ്ധമാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായതല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം 5 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒറ്റ ദിവസത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ കേട്ടതെങ്കിൽ അധികം താമസിയാതെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് സഹപാഠിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കേൾക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ക്ഷമയാണ് നമുക്ക് കാര്യമായി നഷ്ടപ്പെടുന്നത്.